വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് പഴയൊരു ചുരിദാർ കൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഉടുപ്പാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായി ഞാനിവിടെ ഒരു ചുരിദാർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചുരിദാറിന് ഞാൻ ഇതുപോലെ നടുഭാഗത്ത് വെച്ച് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോഡിയുടെ ഭാഗം, അതായത് ടോപ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ഇവിടെ വെച്ചാണ് നമ്മൾ മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഷോൾഡർ 5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ നെക്ക് ഞാൻ കൊടുക്കുന്നത് ഒരു 2.25 ഇഞ്ചാണ്. ഫ്രണ്ട് നെക്ക് 3 ഇഞ്ച്, ബാക്ക് നെക്ക് 1.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ആം ഹോള് ഞാനൊരു 5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഒരു 1/2 ഇഞ്ച് ഇതിനെ ഒന്ന് സ്ലോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ വണ്ണം ഞാൻ ഒരു 7 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ബോഡിയുടെ ഇറക്കം ഞാനൊരു 9 ഇഞ്ചാണ് എടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ താഴത്തെ വണ്ണം ഞാൻ എടുക്കുന്നത് 6.5 ഇഞ്ചാണ്. മുകളിൽ 7 ഇഞ്ചാണ് ഞാൻ എടുത്തത്. അപ്പോൾ താഴെ 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആം ഹോൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രം ഒന്ന് മാറ്റി വെച്ച് കട്ട് ചെയ്യാം. ഇതിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് നടുവേ മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്യണം. ഇവിടെ ഞാൻ കുടുക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് നിങ്ങൾക്ക് ഇതേ ലൈനിങ് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഈ ലൈനിങ് എടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലൈനിങ് തന്നെ യൂസ് ചെയ്ത് ഇത് തയ്ച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഈ ലൈനിങ് മാറ്റുകയാണ്. ഇനി ചുരിദാറിൻ്റെ താഴെ ഭാഗമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ തയ്ക്കാൻ പോകുന്ന ഉടുപ്പിൻ്റെ താഴെ ഭാഗം, അതായത് ചുരുക്ക് വെച്ച് കൊടുക്കേണ്ട ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇറക്കം ഞാനൊരു 16.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ചുരിദാറിൻ്റെ താഴെ ഭാഗത്തു നിന്നാണ് ഞാൻ മെഷർ ചെയ്യുന്നത്. അപ്പം ഒരു 16.5 ഇഞ്ച് എടുക്കാം. 1/2 ഇഞ്ച് ഇതിൻ്റെ തയ്യൽ തുമ്പിന് വേണ്ടി കൂട്ടിയെടുക്കാം.
ഇതിൻ്റെ സ്ലിറ്റിൻ്റെ ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലൈനിങ് കളയുന്നില്ല, കാരണം താഴെ ഭാഗത്ത് കുറച്ച് കട്ടി കുറവാണ് ഈ തുണി. അപ്പം ലൈനിങ് കട്ട് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഇതിന് ലൈനിങ് ഈ കട്ട് ചെയ്തതിൻ്റെ ബാക്കി കുറച്ച് തുണിയുണ്ട്, ഇതിൻ്റെ താഴെ ഭാഗത്തിനും മുകളിൽ ടോപ്പ് കട്ട് ചെയ്ത അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇത് വെച്ച് തന്നെ അതിൻ്റെ ലൈനിങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ നിന്ന് ഇതിൻ്റെ ലൈനിങ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ലൈനിങ് ഒന്ന് മാറ്റി കൊടുക്കാം, ഇതാവശ്യമില്ല. ബാക്ക് പാർട്ട് വെച്ചാണ് നമ്മൾ കട്ട് ചെയ്തത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഫ്രണ്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സാധാരണ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ആ സ്റ്റിച്ചിങ് ഞാനൊന്ന് കാണിക്കാം.
ചുരിദാറിനെ കൊണ്ട് തയ്ച്ച ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വീട്ടിൽ നിന്നൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഫ്രോക്കാണിത്. യാതൊരു ചിലവുമില്ല, തയ്ക്കാൻ അറിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക് യു.